അല്ല നിങ്ങളിതിന് ഇങ്ങോട്ട് പോകുന്ന വഴി അതല്ലേ? നല്ല ഫ്രഷ് ആനപ്പിണ്ടാണല്ലോ. ഇന്നലത്തെ അതിലെ വഴിയില്ല. അവിടെ സ്റ്റക്കാവും. അയ്യോ നല്ല എടുക്കത്തെ വഴുക്കലാണ് കേട്ടോ. അല്ല നിങ്ങളിതിന് ഇങ്ങോട്ട് പോകുന്ന വഴി അതല്ലേ? വഴി അതല്ലേ? ആ നല്ല കറക്റ്റായി പോയി. ഞാൻ പറഞ്ഞ ഈ വഴിയുടെ കാര്യം ഏട്ടായി, ഇതേ വഴി. നിക്കട്ടാ പുള്ളി ഇറങ്ങി. ഓറഞ്ചിൽ കൊടുത്തിട്ടേക്കാണോ? ഓറഞ്ച് കൊടുത്തിട്ടേക്കാണോ? എല്ലാം ആക്കി നോക്കി. മറ്റേ താര എവിടെയാന്ന് പറഞ്ഞേ? നമുക്ക് എടുപ്പിക്കാം, കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് എടുപ്പിക്കാം. അതിനുമ്പോ ഊരി പോരുമെന്ന് നോക്കാം. തോർത്ത് വിടുന്നത് വെള്ളത്തിൽ മുങ്ങി നോക്കായിരുന്നു. അടി വെള്ളത്തിൽ മുങ്ങി നോക്കാനോ? ഈ കല്ല കയറിയായിരിക്കണം.
കല്ല് മാറ്റിയാ പോവത്. എന്നാ കല്ല് മാറ്റാം നമുക്ക്. ഏത് വെച്ചോ കൊടുത്തു നോക്കിയേ. ആ രക്ഷയില്ല, പിടിക്കണൊക്കെ ഉണ്ട്. ഇതിൻ്റെ എവിടേക്കൊക്കെയാണ്ട് തട്ടിയിരിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ കല്ലാ പ്രശ്നം. ഈ കല്ലൊന്ന് ഊട് വെച്ച് കൊടുത്താലും ഈ കല്ല് പായലല്ലേ, പിടിക്കുന്നില്ല ടയറ്. ആ ഊട് വെച്ച് കൊടുക്കുന്ന കല്ല് തന്നെ പോവാ. ഞാൻ മര്യാദയ്ക്ക് മറ്റേ പിള്ളി പറഞ്ഞ താറായിട്ട് വന്നാൽ മതി, താറായിട്ട് വന്നാൽ മതി. ഇല്ല, ഇപ്പൊ വണ്ടി ഓട്ടോ ഒക്കെ ക്യാൻസൽ ചെയ്ത് വയ്യ വരും. പതിയെ കൊടുക്ക, പതിയെ ഫ്രണ്ട് കൊടുക്ക, നിൽക്ക ഫ്രണ്ട് കൊടുക്ക. രണ്ട് വീല് ഫ്രീ ആയി പോണാ. പതിയെ കൊടുത്താ റിവേഴ്സേ, പതിയെ കൊടുത്തേ. നിൽക്ക ഫുള്ള് ലെഫ്റ്റ് അടിച്ച് അങ്ങോട്ട് അടിച്ചു. പതിയെ എടുത്തേ റിവേഴ്സ്. ആ ഇവിടെ ഇപ്പൊ പിടിക്കുന്നുണ്ട്. ആ പതിയെ പതിയെ പതിയെ. ആ അവിടെ കേട്ടോ, ആ കല്ല് നനയ്ക്ക് മാറ്റിയാൽ മതി. കല്ലെന്ന് കുറച്ചിറങ്ങിയിട്ടുണ്ട്. ആ അങ്ങനെ കേട്ടോ, അങ്ങനെ കേട്ടോ, അങ്ങനെ കേട്ടോ. പതിയെ എടുത്ത് പതിയെ കേട്ടോ, കേട്ടോ. ചെറു ലെഫ്റ്റ് ഓടിച്ചേ, ലെഫ്റ്റ്. ആ എടുത്തേ കേട്ടോ. ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങാം. വണ്ടി ഓടിക്കൊണ്ട് പോകാൻ പ്രശ്നമൊന്നുമില്ല. പൈനടി ചാക്കി വെച്ച് പൊക്കാനാ. ഇങ്ങോട്ടോ അങ്ങനെ സംഭവം കാണാനില്ല. ക്രോസിലൂർ മാത്രമായിട്ട് വിളിച്ചു പറഞ്ഞ ആരും കൊണ്ടുതരൂ? ക്രോസിലൂർ മാത്രമായിട്ട് ആരും വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുതരൂ? ആ ഇല്ലില്ല. ഇത് പിന്നെ റേഞ്ച് കിട്ടും. ഞാൻ മൂലിക്ക് നിന്ന് കിട്ടും. വെള്ളത്തിൽ ടയർ പഞ്ചർ ഒട്ടിക്കാൻ പറഞ്ഞ കേട്ടോ. അങ്ങനെ തോന്നുള്ളൂ. ആ കയറ്റി വെച്ചാണല്ലേ. ഇത് കല്ല് മാറ്റി മതിയായ കുഴിയാവും. വെള്ളത്തിലും കൂടെ ആയതുകൊണ്ട് ഗ്രിപ്പില്ലല്ലോ. കല്ലൊക്കെ ഒന്ന് കൂടായിട്ടിരിക്കണം. ജാക്കിയുടെ വെള്ളത്തിനടിയിൽ എവിടെയോ മുങ്ങി കിടക്കും. കിട്ടി. വണ്ടി പൊങ്ങിയില്ലോ. ഫുള്ള് തിരിഞ്ഞോ? ആ അങ്ങനെ കേട്ടോ. ഇനി ഓഫ് ചെയ്തോ. എന്തിനപ്പോ എല്ലാം തല്ലാണ്ടിരിക്കാം. ഇത് കാല് വേണേ അവിടെ നിന്ന് നോക്കിക്കോ. കാല് ടയറടിയിലൊന്നുമല്ലോ. പൊങ്ങണ്ടല്ലോ. ഫ്രണ്ട് ഇറങ്ങുന്നത് നേരെ ഫ്രണ്ട് ഇറക്കിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചേക്ക. ഇവിടുത്തെ ആഴം കണ്ടോ?
ഒരു 2 ദിവസം കൊണ്ട് ചാക്കി വെച്ച് എടുക്കണമായിരുന്നല്ലോ. എടാ ഒരു കല്ലിന് അഴുകി ഈ ജാക്കി തെങ്ങിയാണ് ഇത്ര ഇവിടെ ആരും മീൻ പിടിക്കാറൊന്നുമില്ല ചേട്ടാ. എന്തോരം മീനാണ് ഇവിടെ. ആ മറ്റേ കുടുക്കയില്ലേ, മറ്റേ കല കൊണ്ട് വെച്ചിട്ട്. ആ ഈ മീനെ കിട്ടും. അത്യാവശ്യം സൈസ് ഉള്ളതുണ്ട് ഇതിന്റെ അകത്ത്. ആ ചെറിയ മീൻ ടേസ്റ്റാ. ഞാനത് ഫോറസ്റ്റുകാരും മീൻ പിടിക്കാൻ സമ്മതിക്കില്ലായിരിക്കും. പക്ഷെ അതൊക്കെ പോകാനുള്ള ഇടയിൽ കൊടുത്ത് മാന്യമായിട്ടാണ് നമ്മൾ വണ്ടി പെടുത്തിയേക്കണേ. ഇനി അതിനകത്തൊന്നും പറയില്ല. ഈ ഫോറസ്റ്റുകാർ അവിടെ മാത്രം ക്ലോസ് ചെയ്ത് വെച്ചേക്കോണം. ഇങ്ങോട്ട് ഇതുവഴി അന്നേരം കയറിപ്പോ ഇതിലെ കയറിപ്പോയി മോളി മുട്ടത്തില്ല. അങ്ങേ അറ്റം വരെ പോണ്ട, കുറച്ച് കയറിപ്പോ അത്രേ ഉള്ളൂ. കേസ് എഴുതുന്നു. ഞാനാ 450 ആയിട്ട് വന്നപ്പോ കുറച്ച് കയറിപ്പോയി കേട്ടോ. എവിടെ വരെ കയറിപ്പോയി കണ്ടില്ല. ഇനിയിപ്പൊ കണ്ടോളൂന്ന്. പക്ഷെ നേരത്തെ വന്നെങ്കിൽ ഇതിലേ പോവായിരുന്നു. നല്ലൊരു ഓഫ് റോഡ് വഴി ഉണ്ടായി. ഇതിലെ ഞങ്ങൾ നല്ലപോലെ കാട്ടിക്കട കയറി പോയിക്കൊണ്ടിരുന്ന. ആ ആനയൊക്കെ ഉണ്ട്, പക്ഷെ അത് വേറെ കാര്യം. ഇതൊന്നും സേഫ് അല്ല. ഇവിടെ ഉള്ള ഒരു ആനേനെയൊക്കെ നോക്കി കയറി പോകും. പുറത്ത് അറിയാം. ആ പുറത്തുനിന്നുള്ളവർ വന്നിട്ട് ചുമ്മാ കണ്ണും മൂക്കില്ലാണ്ട് കയറി പോയി ഏതെങ്കിലും ചവിട്ടുകൊണ്ട് അതിൻ്റെ അടിയിൽ കയറും. പിന്നെ നമുക്ക് മൊത്തത്തിലാണ് പ്രശ്നം തന്നെ വരുമ്പോൾ. എന്നെ സംഭവം ചാക്കി ഇരുന്നോ? കറക്കാൻ സ്ഥലമല്ലേ? കാർ ഇച്ചിരി മാറ്റി വെച്ചോട്ടോ. ടയറിന്റെ ഏകദേശം അടിയിലായിട്ട് വരും. ഫോണൊക്കെ അടിക്കുന്നുണ്ട്. അല്ല ഇതിന്റെ ബാക്കിൽ 2-3 വണ്ടി കേട്ടാ. വണ്ടി ഇരുന്നല്ലോ. വണ്ടി ചാക്കിയുമ്പോ ഇരുന്നല്ലോ. നല്ല കൊടുക്കാനുള്ള പ്രത്യേകം. ഇങ്ങോട്ടാ പോകുന്നത്. അതിലേ പോണായിരുന്നു പോവാണെങ്കിൽ. വഴിയൊക്കെ കണ്ടോ? അതെങ്ങോട്ടാ പോണേ? പോണ കണ്ടാവോ? അതിലെയാണോ വണ്ടി ഓടിക്കുന്നത്? ഇതിലേ ഓടിക്കണം. പതിയെ റിവേഴ്സ് എടുത്തോട്ടാ. പറയുമ്പോ മാത്രം ഇങ്ങോട്ട് ഓടിക്കാളൂ വീര്. പതിയെ ഇങ്ങോട്ട് പറഞ്ഞുമ്പോ മാത്രം. എടുത്തോ, പതിയെ എടുത്തോ. കള്ളണ്ട. പതിയെ എടുത്തേ, പതിയെ. ഒന്നും എടുത്തേ. ഫുള്ളി മറിക്കണടാ. ഒരു മിനിറ്റ് നിക്ക്. ഈ ആ കല്ലെ കൂട്ടിട്ട് കല്ലിട്ട് കൊടുത്തോട്ടെ. ആ മറ്റേ കല്ലിലോട്ട് കൊളുത്തി. ആ കല്ല് ഗ്യാപ്പുണ്ട്. അല്ല ഒരെണ്ണം അതിന്റെ ഇടക്കിട്ട് പിടുത്ത. അടിയിലേക്ക് ചെറിയ ഒറ്റപ്പെടുത്തുന്ന നമ്മൾ അയൽക്കാരോട് കിടക്കുന്നൊന്നുമില്ല. ഒരു പിടുത്തത്തിന് ഒരു കല്ലിന് കയറി പോകുമ്പോൾ കയറി പൊക്കുന്ന സാധനം. ഒരു പൊടിക്കണ നമുക്ക് തരാം. വെള്ളത്തില് നിനക്ക് അറിയാവുന്നല്ലേ ഈ കാണുന്നതാണ് വണ്ടിയുടെ സൈലൻസർ. ഇതൊക്കെ മുങ്ങിപ്പോയിട്ടാ.
അറിയത്തില്ല പുള്ളി ഓർത്ത് ഇവിടുന്ന് ഇങ്ങനെ കറക്കാൻ പുള്ളി ഇവിടെ വരെ വന്നിട്ട് ഞങ്ങളോടും പറയാതെ ഒറ്റത്തി ആടണ്ട് പോ കേറി ഒന്നും പുഷി കൊടുത്താ എന്റെ മോനെ ഇതാണോ ഈ കല്ല കയറിയിരിക്കുന്നത്? അങ്ങോട്ട് വലിച്ചാലും ഇങ്ങോട്ട് വെച്ചാലും പോരുന്നത്. അങ്ങനെ ഇത്രയും നേരത്തെ ശ്രമം